എനിക്ക് ബിജെപിയുടെ പ്രതിനിധിയോടും കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വരുന്ന സമയത്ത് ഇലക്ട്രൽ ബോണ്ടാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം പറഞ്ഞത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയല്ല, ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് നിർമ്മല സീതാരാമൻ, ചെറിയ ആളല്ല, ധനകാര്യമന്ത്രിയുടെ ജീവിത പങ്കാളി പരകാല പ്രഭാകർ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 8,000 കോടി രൂപ ബിജെപി പല കമ്പനികളിൽ നിന്നും വാങ്ങി. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പല പ്രൊജക്ടുകളും ആ പ്രൊജക്ടുകൾ കൊടുക്കേണ്ട കമ്പനിയിൽ നിന്ന് ബോണ്ട് വാങ്ങി ആ പ്രൊജക്ടുകൾ അവർക്ക് കൊടുക്കുന്നു. ഷേഡി ക്യാരക്ടറായി കിടക്കുന്ന പ്രൊജക്ടുകളിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ നിന്ന് അവിടേക്ക് ഇഡിയെ പറഞ്ഞയച്ച് ഫണ്ട് വാങ്ങി അവരുടെ കേസുകൾ ഇല്ലാതാക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിൽക്കുന്നു. ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഈ വിഷയം കോൺഗ്രസിനൊന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ മരുമകൻ DLF കമ്പനിയുടെ ഉടമ കൂടിയായിട്ടുള്ള റോബർട്ട് വധേര 170 കോടി രൂപ ആർക്ക് കൊടുത്തിട്ട ബിജെപിക്ക് ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ മരുമോൻ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 170 കോടി രൂപ കൊടുക്കുന്നു. മറ്റൊന്ന്, വയനാട്, മഹാരാഷ്ട്ര, നിങ്ങൾ നോക്ക്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പിടിച്ച കൊടി, ലീഗിന്റെ കൊടി, പച്ചക്കൊടി, ചെമ്പതാക, ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കൊടി അരയിൽ പോക്കറ്റിൽ വെച്ചിട്ട് വന്നാ മതി എന്ന് പറയുന്നിടത്തേക്ക് കോൺഗ്രസ് എത്തിയെങ്കിൽ മുന്നണിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിച്ച് ബിജെപിയെ പേടിച്ചിട്ട് പച്ചക്കൊടി ഉയർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഭയം കോൺഗ്രസ്. ഇലക്ട്രൽ ബോണ്ടില് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നത് വരെ ഇവിടെ ഈ സർക്കാർ എന്താ പറയാ അംഗീകാരത്തോടുള്ളത് ആയിരുന്നു. ആ അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ നിരോധിച്ച സമയത്ത് അത് നിരോധിക്കപ്പെട്ടു, ശരി തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ, അതിന്റെ 30% ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അല്ല, അഴിമതി ആയിക്കോട്ടെ, ഞങ്ങൾ അതിന് 30% മേടിച്ചു. ബാക്കി 70% പണം മേടിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷ സംഘടനകളാണ്. നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നത് ഇപ്പൊ തെളിയിക്കപ്പെടേണ്ടതാണ്. ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ, അല്ല പറയട്ടെ സുഹൃത്തെ പറയട്ടെ, ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ ഈ മേഘ പോലെയുള്ള കമ്പനികളിൽ നിന്ന് എത്രയാണ് മേടിച്ചത്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വെച്ചിട്ടല്ല മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇവിടുത്തെ CPM-ന് കൊടുത്തു എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്തിനാ CPM-ന് ഒരു സംഘടന പണം കൊടുക്കുന്നത്? അങ്ങനെ പണം കൊടുക്കുന്ന എന്തിനാ? അല്ല, DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ്, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ്, ഞാൻ പറഞ്ഞ കണക്കല്ല. തെരഞ്ഞെടുപ്പ് എന്തിനാ DMK കൊടുക്കുന്നത്? DMK-യുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അത് DMK അവിടെയുള്ള സംവിധാനം വെച്ച് ഞങ്ങൾ ഞാൻ പറഞ്ഞതല്ലല്ലോ ഇത്. DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത നിങ്ങൾ വാങ്ങിയതിനെ കമ്മീഷന് കൊടുക്കാൻ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ട് കോൺഗ്രസും കോടികൾ വാങ്ങി ഹിമാചൽ പ്രദേശിൽ കൊടുക്കുന്നു. ബോണ്ട് എന്ന് പറയുന്നത് നിയമാനുസൃതമാണ്. ആ നിയമാനുസൃതമായി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി 70% മേടിച്ചത് ആരാണ്? നിയമാനുസൃതമാണ് സാർ, നിയമാനുസൃതമാണ്. ബാക്കി 70% മേടിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടിച്ചിരിക്കുന്നത്? അതായത് CPM കൃത്യമായിട്ട് ഇത് അഴിമതിയാണെന്ന് ആദ്യം തന്നെ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിക്ക് പ്രാഥമിക പരിശോധനയിൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷൻ ആണ്. എങ്ങനെ ഇത് ഇങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഡൽഹിയിൽ സമരത്തിൽ പങ്കെടുത്തല്ലോ. എന്റെ ചോദ്യം കേൾക്കൂ. കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നു, SBI അതിന് വേദിയാകുന്നു. SBI-യിലൂടെ രഹസ്യ അജണ്ട മീൻസ് ആരുടെയും പേര് വെളിപ്പെടുത്താതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പണം സ്വരൂപിക്കുന്നു. അങ്ങനെ 8,000 കോടി നിങ്ങൾ വാങ്ങി, 12,000 കോടി വേറൊന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. ആര് തന്നു എന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തണം. ഇത് വെളിപ്പെടുത്തിയല്ലോ, ഇപ്പൊ പേര് വെളിപ്പെടുത്തി. സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ SBI പേര് വെളിപ്പെടുത്തി. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ 30% വാങ്ങി, ബാക്കി 70% നിങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട
ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകളാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ സീതാറാം യെച്ചൂരിയും ബൃന്ദ കാരാട്ടും ഒക്കെ DMK-യുടെയും അതേപോലെ തന്നെ കെജ്രിവാളിന്റെയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ സഖ്യത്തിൽപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ആളുകളാണ് ബാക്കി 70% മേടിച്ചിരിക്കുന്നത്. ബാക്കി 70% മേടിച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങൾ മേടിച്ചില്ല എന്നല്ല പറഞ്ഞത്. നിയമാനുസൃതം ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കോൺഗ്രസിനും കൈകടനാവില്ല ആരോപണത്തിൽ. സുഹൃത്ത്, കോൺഗ്രസ് ഇലക്ടറൽ ബോണ്ട് എന്ന അഴിമതിക്കും ആ ബോണ്ടിനും എതിരായിരുന്നു. അതിൽ പേരുണ്ടല്ലോ കോൺഗ്രസിന്റെ. ഒരു മിനിറ്റ്. 1500 കോടി രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ ഇതിന് 1800 കോടി രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറയണോ? ഗിരീഷേ, അതാണോ ചെയ്യേണ്ടത്? ഗിരീഷ് പറയുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഇടപെട്ടില്ല, ഇനിയും ഇടപെടില്ല. ഒരു 2 മിനിറ്റൊക്കെ എനിക്ക് സമയം താ. അതല്ലേ അതിന്റെ ഒരു മര്യാദ അല്ലെ? അതല്ലേ? ഇനി നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ആൻഡ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അദ്ദേഹത്തിന്റെ നിലപാട് നിങ്ങൾക്ക് കാണാം, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടും കാണാം. 1. 2, കളങ്കിത കമ്പനികളിൽ നിന്ന് 2017 CPIM വാങ്ങി യെച്ചൂരിക്ക് കൊടുത്ത കണക്ക്. നവയുഗ എഞ്ചിനീയറിംഗ് 30 ലക്ഷം, ഹമാറ്റോ ഡ്രഗ്സ് 5 ലക്ഷം. 2019 CPM വാങ്ങിയ കണക്ക്. നാറ്റ്കോ പരിശോധിക്കേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് പരിശോധിക്കേ. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടാണ് അല്ല, പരിശോധിക്കേ ഗിരീഷ്. ഗിരീഷ് അല്ല, കണക്ക് വെക്കുമ്പോ ഗിരീഷ് അസഹിഷ്ണുത കാണിക്കല്ലേ? അസഹിഷ്ണുത കാണിക്കല്ലേ? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എന്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് എന്റെ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസിൽ ഉണ്ടാക്കുന്നതല്ലോ. ആ അസഹിഷ്ണുത കാണിക്കല്ലേ? നിങ്ങൾ അങ്ങനെ വല്ലാതെ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കല്ല. കണക്ക് വരുമ്പോ ബേജാറാകുക. പറഞ്ഞുതരാ എന്റെ ഗിരീഷ്, ഒരു ഇലക്ട്രൽ ബോണ്ടും ഇല്ലാത്ത കാലത്ത് സാന്റിയാഗോ മാർട്ടിന്റെ കള്ളക്കമ്പനിയിൽ 2 കോടി വാങ്ങിയ, കോടി എന്ന് കണ്ടാൽ ഞെട്ടുന്ന കാലത്ത് വാങ്ങിയ CPM ഞങ്ങൾ പഠിപ്പിക്കേണ്ട. അതെ, ഇനി ഞാൻ പറയാം. 2021 നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി 50 ലക്ഷം. 2021 നവയുഗ എത്രയാ? മേഗ ഇൻഫ്രാസ്ട്രക്ചർ BJP കോടികൾ വെക്കിയപ്പോ നിങ്ങൾ 25 ലക്ഷം. ഡോക്ടർ റെഡ്ഡീസ് 5 ലക്ഷം. നാറ്റ്കോ ഫാർമ 25 ലക്ഷം. അരബിന്ദോ ഫാർമ ഏതാണെന്നറിയാം നിങ്ങൾക്ക്? അരബിന്ദോ ഫാർമ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളും ഞാനും ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്യുന്ന ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലടച്ച, ഡൽഹി മദ്യനയത്തിന്റെ പേരിൽ ജയിലിലടച്ച ആ സമയത്ത് പ്രതി 2022 നവംബർ മാസം 5-ാം തീയതി പോലീസ് ജയിലിലാക്കിയ പ്രതാപചന്ദ്ര റെഡ്ഡിയുടെ കമ്പനി, BJPക്ക് 56 കോടി കൊടുത്ത കമ്പനി, അയാളുടെ മൊഴിക്കടിസ്ഥാനത്തിലാണ് 25,000 പേജുള്ള റിപ്പോർട്ടിനകത്ത്, CBI റിപ്പോർട്ടിനകത്ത് അരവിന്ദ് കേജ്രിവാളിന്റെ പേരിലായിരുന്നു 30,000 വരുന്ന ED റിപ്പോർട്ടിനകത്ത് 4 സ്ഥലത്ത്. നമ്മുടെ പാർട്ടിന്റെ നയം ഞാൻ പറയുന്നത്, ആ നയത്തിൽ 30,000 പേരുള്ള പേജുള്ള റിപ്പോർട്ടിനകത്ത് 4 സ്ഥലത്ത് ഈ സഖാവിന്റെ ചോദ്യത്തിന് കോൺഗ്രസിന്റെ മരുമകള് എന്ന് പറഞ്ഞാൽ അത് CPIM ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് 12% മുർഷിദാബാദ് സീറ്റ് നിങ്ങൾ തെളിയിക്കേ. അല്ല, അത് നിങ്ങൾ മുർഷിദാബാദിൽ 12% അതാ വിട്ടുവീഴ്ച.